20 അല്ല ഒരു രൂപയോ? വില കേൾക്കുമ്പോഴേക്കും പോണവരുണ്ട്. ഈ കാന്താരി ചമ്മന്തിയുടെ എന്തൊക്കെയാ, കാന്താരി അല്ലാതെ എന്തൊക്കെയാ ചേർക്കുന്നത്? കൂട്ടുണ്ടോ? പറയാൻ പാടില്ല. ഈ ഒരു ദിവസം 300-450 മുട്ടയൊക്കെ വിറ്റ് പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. സത്യമുണ്ടോ അതൊക്കെ? അതെ, പോണുണ്ട്. ഒരു ദിവസം എന്ത് വരുമാനം കിട്ടും, പുറത്ത് പറയാൻ പറ്റുമോ? ഒരു 2500 കയ്യിൽ കിട്ടും. ചമ്മന്തി അരയ്ക്കുന്നത് ആളെ ഐഡിയ, ആളെ റെസിപ്പി, ആളാണ് എല്ലാം സെറ്റ് ചെയ്ത് തരണേ. സെയില് മാത്രമാണ് എനിക്കുള്ളൂ. ഞാൻ മുമ്പ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നതാ. അതെയോ? എത്ര ബാങ്കിൽ വർക്ക് ചെയ്തു? ഞാനൊരു 5 വർഷത്തോളം ബാങ്കിൽ വർക്ക് ചെയ്തു. മനസ്സമാധാനം ബാങ്കിലെ ജോലിക്കാ അതോ ഈ മുട്ട വിൽപ്പനയ്ക്കാ? ഇതാണ് മനസ്സമാധാനം. കാരണം ഇവിടെ എനിക്ക് വേറെ ബോസ് ഇല്ല. അത് നമ്മ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ. ഇപ്പൊ 11:30 എന്നുള്ളത് 12 മണി ആയാലും നമുക്ക് നമ്മളോട് ഉത്തരം പറയേണ്ടതില്ല. അങ്ങനെയൊന്നുമില്ല, നമ്മളെ സ്വന്തം ഇതല്ലേ. എരിവ് കൂടുതലാണ്, അങ്ങനെ കുറച്ച് വെള്ളം വെക്കണം, അങ്ങനെ പറയുന്ന ആളുകളുണ്ടോ? ഫസ്റ്റത്തെ ദിവസങ്ങളിൽ ഞാൻ ലൈമ് വെച്ചിരുന്നു, 10 രൂപയ്ക്ക് ലൈമ് വെച്ചിരുന്നു. ഇപ്പൊ രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല. ഇതൊരു ബുദ്ധിമുട്ടാവോന്നോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയിൽ നാണക്കേടാവോന്നോ അങ്ങനെ ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതെന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് ചോദിച്ചേ, റോട്ടില് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു വേറെ ഇപ്പൊ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ, നമ്മൾ അതിനായിട്ട് ഒരു കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കണതല്ലേ, അതിനിപ്പോ എന്തിനാ വിഷമിക്കണേ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ആ മുട്ടക്കടയുടെ മുമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. കളമശ്ശേരിയുള്ള ആ കാന്താരി ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതും കിട്ടുന്ന കട. ഒരു ദിവസം 300-ലധികം മുട്ടകളാണ് ഇവിടെ വിറ്റു പോകുന്നത്. ഇപ്പോ ജെൻസി ജെന്നാൽഫ കുട്ടികളൊക്കെ തന്നെ ഹെൽത്തി കുട്ടന്മാരാകുന്നതിന്റെ ഒരു ട്രെൻഡ് ആണല്ലോ. അതായത് നമുക്ക് ഏറ്റവും അധികം ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടീൻ ആണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു സമയമുണ്ട്. പ്രോട്ടീന്റെ ഒരു റിച്ച് ആയ സോഴ്സ് ആണ് പുഴുങ്ങിയ കോഴിമുട്ടകൾ. അതിന്റെ കൂടെ ആരോഗ്യപ്രദമായിട്ടുള്ള കാന്താരി ചമ്മന്തിയും. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഈ ഒരു കടയിലുള്ളത്. നമുക്ക് ഈ കടയിലെ ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. എന്താ പേര്? ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കട. എന്താണ് ആളുകളുടെ റെസ്പോൺസ്? നല്ല പ്രതികരണമാണ്. ഈ ഒരു ദിവസം 300-450 മുട്ടയൊക്കെ വിറ്റ് പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. സത്യമുണ്ടോ അതൊക്കെ? എവിടുന്നാണ് ഈ മുട്ടകളൊക്കെ നിങ്ങൾ കൊണ്ടുവരണത്? അതിന്റെ ഒരു മൊത്തത്തിലുള്ള കുക്കിംഗ് പരിപാടി അതൊക്കെ എങ്ങനെയാ? പുഴുങ്ങുന്നത് എങ്ങനെയാ? നമ്മ വീട്ടില് ചെയ്യുന്നത്, വീട്ടിൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാണ്. ഇവിടെ പുഴുങ്ങല് നടക്കൂലല്ലോ. എന്താ ഈ കാന്താരി ചമ്മന്തിയിൽ തന്നെ പിടിക്കാം, അത് വർക്കാവും അങ്ങനെ തോന്നാനുള്ള കാര്യം എന്തായാലും? ഞാൻ മുമ്പ് ഫ്രൂട്ട്സിന്റെ ബിസിനസ് ചെയ്തിരുന്നു, ഹസ്ബൻഡ് ഫിഷിന്റെ ചെയ്തിരുന്നു. ഫിഷിന്റെ ചെയ്യാന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ട്രോളിങ് കാര്യങ്ങള് ഓൺലൈന്റെ പേരില് ഞങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കില്ലായിരുന്നു. ഓഗസ്റ്റ് വരെ കാത്തിരിക്കണായിരുന്നു. അപ്പോ വീണ്ടും ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് ഇപ്പൊ എന്ത് ചെയ്യാന്നുള്ളത്, അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു ഇത് സെലക്ട് ചെയ്തത്. ജീവിതത്തിൽ ഇപ്പൊ ഇത് ഭാഗമായിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും ലാഭം കിട്ടിയ ബിസിനസ് ഈ മുട്ടയുടെയാണോ? ചെയ്തതിൽ ഇപ്പൊ കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ്. കാരണം സെയില് കൂടുതൽ വന്നിട്ടുള്ളത് ഇതിനാണ്. ഇപ്പൊ മുമ്പ് കട്ട് ഫ്രൂട്ട്സിന്റെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ലാഭക്കുറവൊന്നുമില്ല, പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം എന്ത് വരുമാനം കിട്ടും, പുറത്ത് പറയാൻ പറ്റുമോ? നമ്മിപ്പോ ഓരോ ദിവസം പല എണ്ണാണല്ലോ. എന്തായാലും ഒരു 2500 കയ്യിൽ കിട്ടും. എത്ര മണിക്കാണ് ഈ കട ഓപ്പൺ ആവുക, എത്ര മണിക്ക് അത് ക്ലോസ് ആവുക, ഉദ്ദേശ സമയം? 11 മണി 11:30 ഒക്കെ ആവുമ്പോ സാധാരണ തുറക്കാറുണ്ട്. വൈകിട്ട് അവസാനിക്കണത് 10:30 വരെ നിക്കാന്ന് വിചാരിച്ചിട്ടാണ് വരാറ്. അത്രയ്ക്കൊന്നും നിക്കേണ്ടി വരാറില്ല. ഒരു ചിലപ്പോ 4:30 കഴിയും, ചിലപ്പോ 5 മണിക്ക് കഴിയും, 5:30 6 മണി. അത് നമ്മള് ചിലപ്പോ പെട്ടെന്ന് 10 എണ്ണം 15 എണ്ണം ഒക്കെ വെച്ച് പാർസൽ പോകും. അപ്പൊ അത് എൻഡിങ് ടൈം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നേരത്തെ കഴിയുകയാണെങ്കിൽ നേരത്തെ പോകും. ഒരു 5 മണി ഒക്കെ ആണെങ്കിൽ ചിലപ്പോ വീണ്ടും മുട്ട എടുത്തിട്ട് അതായത് പുഴുങ്ങി കൊണ്ടുവന്നിട്ട് വീണ്ടും ചെയ്യാറുണ്ട്. ഒരു മുട്ടക്ക് എന്താ വില ഇപ്പൊ നമ്മൾ നമ്മ 20 രൂപയ്ക്കാണ് കൊടുക്കണേ. ഞാൻ ആദ്യത്തെ 2 ദിവസങ്ങളിൽ 15 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇതുപോലെ കഫേ ഒക്കെ ചെയ്യണവരായാലും അല്ലാണ്ട് നോർമലി ഇങ്ങനെയുള്ള കച്ചവടക്കാരായാലും എൻ്റെ അടുത്ത് വന്നിട്ട് അഭിപ്രായം പറഞ്ഞ്, മോളെ ഇത് ഇങ്ങനെ ഞങ്ങളും ഇത് ചെയ്യണതാണ്, റഫ് കാൽക്കുലേഷൻ ഇത്രയും ഇത് വരില്ലേ, എന്നിട്ട് എന്താണ് 15 രൂപയ്ക്ക് ചെയ്തേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഇന്നും എന്റെ അടുത്ത് കാന്താരി മുട്ട വിൽക്കണ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ കൊടുക്കണത് 15 രൂപയ്ക്കാണ്, പക്ഷെ അത് എന്റെ വീട്ടില് കാന്താരി മുളക് ഉള്ളതിന്റെ പേരിലാണ് ഞാൻ 15-ന് കൊടുക്കണേ.
20 രൂപ ഒട്ടും കൂടുതലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് എന്റെ അടുത്ത് സംസാരിച്ചിട്ടാ പോയത്. ഇപ്പോഴാളുകൾ വന്നിട്ട് 20 അല്ല രൂപയോ? ഒരുപാട്, അതായത് ചിലരങ്ങനെ ചോദിച്ചറിഞ്ഞ് വില കേൾക്കുമ്പോഴേക്കും പോണവരുണ്ട്, അതല്ലാണ്ട് നന്നായി റെസ്പോണ്ട് ചെയ്യണവരുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വന്നോടുകൂടി കുറെ പേര് റീൽസ് കണ്ടിട്ടാണ് വന്നേന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. പിന്നെ റീൽസിലെ കമന്റും കാണാറുണ്ട്, 20 രൂപ ഭയങ്കര കൂടുതലാ, ഭയങ്കര കത്തിയാ. പക്ഷെ നമുക്ക് കാന്താരി ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കണതല്ലോ, ഞാൻ മാർക്കറ്റ് ചെയ്ത് എടുക്കണതാ. കാന്താരി ചമ്മന്തിയിൽ എന്തൊക്കെയാ, കാന്താരി അല്ലാതെ എന്തൊക്കെയാ ചേർക്കുന്നത്? ഉള്ളി ചേർക്കുന്നുണ്ട്, മല്ലിയില, മല്ലിയില, ഉപ്പ്. പിന്നെ പറയാൻ പാടില്ല. ഹെൽത്ത് ആളുകൾ കാര്യമായിട്ട് നോക്കുന്നു, ആളുകൾ മുട്ട കൂടുതൽ കഴിക്കാൻ തുടങ്ങുന്നു, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പൊതുവെ. ഞാൻ ഫസ്റ്റത്തെ ദിവസങ്ങളിൽ കാടമുട്ടയും താറാമുട്ടയും ഒക്കെ കൊടുത്തിരുന്നു. കൂടുതല് അത് കാടമുട്ടനോട് ഇഷ്ടപ്പെട്ടിട്ട് കുറെ പേരുണ്ട്. സത്യത്തിൽ എനിക്ക് ഇപ്പൊ കോഴിമുട്ടയുടെ തന്നെ പൊളിച്ചിട്ടും അറിയാലോ എങ്ങനെയാണെന്ന്. കാടമുട്ട നമ്മ 6 എണ്ണം സെറ്റിന് 40 രൂപ വെച്ചാ കൊടുത്തിരുന്നേ. അപ്പൊ അത് പൊളിച്ചു നിക്കാന്നുള്ളത് ശ്രമകരമായ ഒരു ഇതായതിന്റെ പേരില് ഇപ്പൊ സപ്പോർട്ടിന് വേറൊരാള് നമ്മളെടുത്തില്ല, അടുത്ത് നിക്കാൻ ഒരാളില്ല. അപ്പൊ അതിന്റെ പേരിൽ പറ്റാത്തതിന്റെ പേരിൽ എടുക്കണില്ല. എരിവ് കൂടുതലാണ്, കുറച്ച് വെള്ളം വെക്കണം, അങ്ങനെ പറയുന്ന ആളുകളുണ്ടോ? ഫസ്റ്റത്തെ ദിവസങ്ങളിൽ ഞാൻ ലൈമ് വെച്ചിരുന്നു, 10 രൂപയ്ക്ക് ലൈമ് വെച്ചിരുന്നു. ഇപ്പൊ രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല. കാരണം എരിവ് ഓരോ വട്ടം വരുമ്പോ ഈ ഗ്ലൗസ് ഊരി ചെയ്യലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ അത് മാറ്റിയതാണ്. അപ്പൊ എങ്ങനെ ഒരു ദിവസം തുടങ്ങിയ എത്ര മണിക്ക് എഴുന്നേക്കും? ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ലോജിസ്റ്റിക്സ് എങ്ങനെയാണ്? അത് ഇപ്പൊ ഇൻഡക്ഷനും ചെയ്യണതല്ലേ. ഇൻഡക്ഷനും വേണം മുട്ട ഒഴുകുന്നത്? ഇൻഡക്ഷനും വേണം മുട്ട ഒഴുകണേ. പിന്നെ മിക്സിയിലാണ് ചമ്മന്തി അരക്കണേ. ഭർത്താവാണോ മുട്ടയൊക്കെ ഒഴുകാൻ സഹായിക്കുന്നത്? ചമ്മന്തി അരക്കുന്നത് ആളന്നെ. ആളെ ഐഡിയ, ആളെ റെസിപ്പി, ആളാണ് എല്ലാം സെറ്റ് ചെയ്ത് തരണേ. സെയില് മാത്രമാണ് എനിക്കുള്ളൂ. രാവിലെ തൊട്ടിട്ട് ഏകദേശം വൈകുന്നേരം വരെ ഇവിടെ സെയിൽ ചെയ്യാണല്ലോ. ഇതൊരു ബുദ്ധിമുട്ടാവോന്നോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയില് നാണക്കേടാവോന്നോ അങ്ങനെ ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതെന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് ചോദിച്ചേ, റോട്ടില് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു വേറെ ഇപ്പൊ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ, നമ്മ മാന്യമായിട്ട് ഒരു കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കണതല്ലേ, അതിനിപ്പോ എന്തിനാ വിഷമിക്കണേ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ റോട്ടിൽ കൊണ്ട് നിർത്തണ്ടേ, ഇപ്പൊ മറ്റുള്ള അങ്ങനെ പറയില്ലേ എന്നൊരു ഇത്. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നതാ. അതെയോ? എത്ര കാലം ബാങ്കിൽ വർക്ക് ചെയ്തു? ഞാനൊരു 5 വർഷത്തോളം ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പൊ ഈ ആളുകൾ ചോദിക്കില്ലേ, ഈ ബാങ്കിൽ മറ്റേ എസിയിലെ തണുപ്പിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. നല്ല കഷ്ടപ്പെട്ട് അല്ല അങ്ങനെ അല്ല, ഇപ്പൊ നമ്മളെടുത്ത് പറയും എന്താ പറയാ 20 രൂപ കഥ കേൾക്കുമ്പോ പല രീതിക്കുള്ളത് കേൾക്കണുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇതിലാ പറഞ്ഞ നമ്മ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിച്ചിട്ടുള്ള, ഇപ്പോഴും അതുപോലെ തന്നെ ജീവിക്കണേ. മനസ്സമാധാനം ബാങ്കിലെ ജോലിക്കാ അതോ ഈ മുട്ട വിൽപ്പനയ്ക്കാ? ഇതാണ് മനസ്സമാധാനം. കാരണം ഇവിടെ എനിക്ക് വേറെ ബോസ് ഇല്ല. അത് നമ്മ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ. ഇത് നമ്മളെടുത്ത് ഇത്ര മണിക്ക് ചിലപ്പോ 11:30 എന്നുള്ളത് 12 മണി ആയാലും ഉത്തരം പറയേണ്ടതില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ സ്വന്തം ഇതല്ലേ. മനസ്സമാധാനം ഇതിനാണ്, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ആൾക്കാരോട് അല്ലേ, അല്ല വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ. എങ്ങനത്തെ കസ്റ്റമേഴ്സ് അവിടെ ഏറ്റവും അധികം വരണം? കുട്ടികളാണോ അതോ? എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. പോലീസുകാരും വരുന്നുണ്ട്, അഡ്വക്കേറ്റ്സും വരുന്നുണ്ട്, ബിസിനസ്മാൻ വരുന്നുണ്ട്, സാധാരണക്കാര് വരുന്നുണ്ട്, പിള്ളേരുകൾ വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്. സാധാരണ ഈ ആളുകൾ എപ്പോഴും ഹിറ്റ് ആവുന്ന ഒരു ടെക്നിക്കാണ് ഒരു ഐറ്റം മാത്രം സെയിൽ ചെയ്യുക. ഒരു മന്തി മാത്രം വെക്കുന്ന കടകൾ അല്ലെങ്കിൽ ഊണ് മാത്രം വെക്കുന്ന കടകൾ, അങ്ങനെ ഭർത്താവ് പറഞ്ഞിരുന്നു ഒരു ഐറ്റം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മൾ വർക്ക് ആയിരിക്കുന്നു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആള് ഇത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാ. നമുക്ക് പുതിയ കുറച്ച് ഇതുണ്ട്, വേറെ ഒരു ഇത് ചെയ്യാനുണ്ട്. അതുപോലെ മുട്ടയെ തന്നെ വേറെ പരീക്ഷണങ്ങള്, അത് ഇത് ഈ ഒരു സെറ്റപ്പ് മാറ്റും, അതിനുശേഷം അങ്ങനെ ഒരു ഇത് ചെയ്യും. ഇപ്പൊ ഇതിന് മാത്രമൊക്കെ എന്ത് ചെലവ് വന്നിട്ടുണ്ടായിരിക്കും? കറക്റ്റ് എനിക്കറിയില്ല, ഹസ്ബൻഡിന്റെ ആണ് ഐഡിയ. അത് ആള് പറഞ്ഞ് വെൽഡൊക്കെ ചെയ്ത് പിന്നെ ഷീറ്റൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത്. എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരുമോ? എന്താ പഠിച്ചേ? ഞാൻ ബികോം ഫിനാൻസ്. എന്നിട്ട് 5 വർഷം ബാങ്കിൽ ജോലി ചെയ്തു. വീട്ടിലപ്പോ ആരൊക്കെ ഉണ്ട് ഭർത്താവ് അല്ലാതെ? 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അവര് സ്കൂളിൽ പഠിക്കണം? എത്രാം ക്ലാസ്സിലാ? ഒരാള് 4-ല്, ഒരാള് UKG-ല്.
അപ്പൊ അവര് വീട്ടിലെത്തുമ്പോഴേക്കും എത്തുമോ വീട്ടില്? അല്ല, അവര് നാട്ടിലാണ്. ഓ ഓ ഓ ഓ ഓ. ഇപ്പൊ നമ്മള് റോട്ടിൽ നിന്നിട്ടാണല്ലോ ഇത് വിൽക്കുന്നത്. ഉം. അപ്പൊ ഈ ആളുകള് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യോ, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടാവും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും നല്ല സപ്പോർട്ടാണ്. റീൽസ് കണ്ടിട്ട് അവന്നെ അങ്ങനെ പറയാറുള്ളൂ. അല്ല, അങ്ങനെ സ്നേഹം ആരും മാത്രമേ അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് മുതിർന്നവരൊക്കെ വന്നിട്ട് നന്നായി വരും, അങ്ങനെയുള്ള അനുഗ്രഹങ്ങള് കുറെ കിട്ടണുണ്ട്. അല്ല, അതല്ലേ നമുക്ക് വേണ്ടത്. നല്ല അത്യാവശ്യം നമ്മളെ അച്ഛന്റെ അല്ലെങ്കിൽ അച്ചാച്ചന്റെ പ്രായമുള്ളവരൊക്കെ വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ ഇന്നലെ വരെ അങ്ങനെ ഒരു ആന്റി അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്, അതുപോലെ ഇത് നന്നായി പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണുണ്ട്. മിടിക്ക് കുട്ടിയാട്ടാ, ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ തോന്നിയില്ലേ, അങ്ങനെ പോകണല്ലോ. അതൊക്കെയാണ് നമുക്ക് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. ഒരാൾക്ക് കഴിക്കാവുന്ന രൂപയൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നൈസ്. അപ്പം ചമ്മന്തി ഇല്ലാതെ മുട്ട കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. 15 രൂപയ്ക്ക് കൊടുക്കാം പുഴുങ്ങിയ മുട്ട. മനസമാധാനം ഉണ്ട്, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സ്വയം ഒരു തൊഴിൽ കണ്ടുപിടിച്ചതിന്റെ സന്തോഷം ഉണ്ടല്ലേ. അതെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. എന്താ ഇനി ഭാവി പദ്ധതികള്? ഭാവി പദ്ധതികൾ ഞാൻ പറഞ്ഞില്ലേ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മളെ വരും ദിവസങ്ങളിലെ കച്ചവടം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു.